ഗൗരിങ്ങനെ നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ IUL കഴിഞ്ഞിട്ടുള്ളൂ. റിസൾട്ട് ഇല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ IVF. വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? നോ, നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. ആക്ച്വലി കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ സക്സസ് റേറ്റ് IVF-ന് തന്നെയാണ്. ഇറ്റ്സ് 40 to 50%. ഇഫ് യു ആർ വില്ലിംഗ് വി വിൽ ഗോ ഫോർ ദാറ്റ്. ഓക്കെ ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ജാൻസി. എനിക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട്, ശല്യപ്പെടുത്തരുത്. ആരാവത്തോട് വിടണ്ടേ. എന്ത് പറ്റി? നേരത്തെ ആണല്ലോ. ഇന്ന് ബ്ലോക്ക് കുറവായിരുന്നു സർ. നാൻസി ഇന്നലെ ലേറ്റ്, ഞാനും ലേറ്റ്. താൻ ഇവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നതല്ലേ, നീ വേണ്ട നേരത്തെ വരാൻ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നീ നാളെ വന്ന് ഡെലിവറിക്ക് പോയിക്കോ. ഞാനിവിടെ വേറെ ആളെ പിടിച്ചെടുത്തിക്കോളാം. അയ്യോ അത് വേണ്ട സർ, ഇവിടെയാണ് സുഖം. സുഖം? ഇന്ന് എത്ര ജോയിനിങ് ഉണ്ട്? ഇന്ന് 10 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് സർ. ആണോ? ഹോൾ സെറ്റല്ലേ? ആ സെറ്റാണ്. അങ്ങനെയാണ് അവരെ വിളിച്ചാൽ ഓക്കെ. ബോയ്സ്, ചേട്ടാ ചേട്ടാ ഇവിടെ ബോയ്സ്, അതിൽ ഞാനും. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഇന്ന് ഈ സിറ്റിയിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വിശപ്പകറ്റാൻ ഈറ്റിഗോ ആശ്രയിക്കുന്നത്. നാളെ അത് 10,000-ങ്ങളാവാം, ലക്ഷങ്ങളാവാം. നിങ്ങൾ ഇവിടെ വെറും ജോലിക്കാർ മാത്രമല്ല, യു ആർ അവർ ഡെലിവറി പാർട്ട്നേഴ്സ്. ചേട്ടാ, ചേട്ടന്റെ പ്രായത്രേ? എന്നോടാണോ? അതെ. മധു. പേരല്ല, പ്രായം. 57. ഈ പ്രായത്തിലും ചേട്ടൻ കമ്പനിയുടെ ഡെലിവറി പാർട്ട്ണറായ സ്ഥിതിക്ക് എന്റെയും കമ്പനിയുടെയും പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും. അത് പ്രായം ഇത്രയായെങ്കിലും ചെലവിന് പിള്ളേരോട് ചോദിക്കാന്ന് പറയുന്നത് മോശമല്ലേ? നല്ല കാര്യം. ചേട്ടനിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ കാര്യം. അല്ലല്ല, പിന്നെ പറയാം. ചേട്ടനിരിക്കും, പിന്നെ പറയാം. ഇരിക്കും. ചുരുക്കി പറഞ്ഞ, കയ്യിലൊരു മൊബൈലും ഒരു ബൈക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കണ്ട. ഓക്കെ, ഇതൊക്കെ തന്നെ ധാരാളം. ഇതിപ്പോ ബൈക്കുള്ളതാ ഏറ്റവും വലിയ പേടി. ഈ തീ വിലക്ക് പെട്രോൾ അടിച്ച് ഓടി നടന്നു കഴിഞ്ഞാൽ കീശയിലോട്ട് വല്ല നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ചേട്ടൻ ഇരിക്കും. പറയാൻ സമ്മതിക്കത്തുമില്ല, അഭിപ്രായം ചോദിക്കുകയും ചെയ്യും. അപ്പോ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ല, ഇതിനകത്ത് പെട്രോളിന്റെ ചർച്ച ഒഴിച്ചു. ഒന്നുമില്ലല്ലോ. അപ്പൊ ബോയ്സ്, ഓൾ ദി ബെസ്റ്റ്. ഡിസ്പേഴ്സ്. സംശയം ചോദിക്കാൻ സമ്മതിക്കത്തില്ല. സാർ, ഇതിന്റെ കോളർ മാറ്റി റൗണ്ട് കിട്ടില്ലല്ലോ. കിട്ടൂല. മോളെ ഗൗരി, എന്തോ ഇതൊന്ന് നോക്കിക്കോ മോളെ. ആ, നീല വന്നിട്ടുണ്ടല്ലോ. നീല വന്നിട്ടെന്ന് വെച്ചാ കണ്ടു എന്നാണ് അർത്ഥം. അപ്പൊ കണ്ടു അല്ലേ? കണ്ടു. ഒരുമ്പട്ടവള്. ഞാൻ ഈ വയ്യാതെ കുത്തിക്കുറിച്ച് അയച്ചിട്ടേ അവക്ക് ഒരു മൈൻഡും ഇല്ല. അല്ല, ഇതാരാ? ഇത് നിമ്മിയുടെ വകയിലൊരു അമ്മായിയാ. കാശിനോട് വിളിക്കട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. നിമ്മി വന്നില്ലേ അമ്മേ? വന്നിട്ടുണ്ട്. വീളിൽ നിന്ന് എന്തൊക്കെയോ ഇറക്കുക. കൊച്ചിരുന്ന് പഠിക്കില്ലേ? ബഹുമാനൊക്കെ ഓഫീസിൽ മതി. ഇതൊക്കെ കാണാൻ ആളുണ്ടെങ്കിലും ഒരു രസമുള്ളൂ. കഴിഞ്ഞില്ലേ ഇവിടെ ട്യൂഷൻ? അച്ഛൻ, ഞാൻ സ്കൂളിൽ മോൺ ആക്ടിങ്ങിന് പേര് കൊടുത്തിട്ടുണ്ട്. മിടുക്കി. മോണാക്ടിന് മാത്രമല്ല, മിമിക്രിക്കും ഭരതനാട്യത്തിനും ഒക്കെ കൊടുക്കണം. നീ അച്ഛന്റെ മോളല്ലേ? പഠിച്ചോണ്ടിരുന്നപ്പോഴേ കോളേജില് മിമിക്രി മത്സരം ഉണ്ടോ? ഫസ്റ്റ് എനിക്ക്. വേറെ ആരും ആ ഏരിയയിലോട്ട് വന്നിട്ട് കാര്യമില്ല. ഞാൻ കുറച്ചു നേരമായി. എടാ, ഞാൻ വെറുതെ പറയല്ലേ. നീ അവളോട് ചോദിച്ചു നോക്കിയാടി. ഞാൻ മറ്റേ ബാലേന്ദ്രമേന്റെ മിമിക്രി കാണിക്കുന്ന കണ്ടിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചേ? അത് ബാലേന്ദ്രമേനായിരുന്നോ? ആ, തലകെട്ടൊക്കെ കെട്ടി. ഞാൻ വിചാരിച്ചുവല്ലോ. ഇതാണ് ഈ പുച്ഛമാണ് കുഴപ്പം. എടാ, ആരെങ്കിലും ഒക്കെ എന്നെ കുറച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മിമിക്രി സിനിമയിൽ വന്ന് വലിയ നടനായി പോയനെ. അതിനുള്ള കഴിവ്. ഇവിടുത്തെ തള്ളു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ താഴ്ത്തുവാ. ഞാൻ അവിടെ പുട്ടിന് കഴിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് തള്ളിയാലേ വൈകിട്ടും എല്ലാം കഴിക്കാം കേട്ടാ. ബാ. ശരി. രാത്രിയിലും പുട്ട്. മോളെ ഗൗരി, ഇവിടുത്തെ രാത്രിയിൽ കഴിക്കാൻ ഉപ്മ. ഓ,
പുട്ട് തന്നെ ബെസ്റ്റ്. ഞാൻ താഴ്ത്തുനിന്ന് കുറച്ച് തള്ളട്ടെ. കുറച്ച് കഴിഞ്ഞ് ടെറസിലോട്ട് വരാം. നീ നൈസായിട്ട് അങ്ങോട്ട് പോരും. ശരി മോളെ. ഹായ് ഗായ്സ്. സെക്സ് എന്ന ഒരു വാക്ക് പോലും നമുക്ക് പലർക്കും അശ്ലീലമാണ്. സ്ത്രീകളെ വെറും ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ചിന്താഗതി മാറണം. എങ്കിലേ ഇരയെ വേട്ടയാടുന്ന ആ ഒരു വ്യഗ്രത നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ അത് നമ്മൾ സ്ത്രീകളിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങാൻ കഴിയും. യെസ്, ഓരോ സ്ത്രീയും ഒരു അമ്മയല്ലേ. പുതിയൊരു ജനറേഷനെ ഇന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ? ഡബിൾ ഓക്കെ. നശിപ്പിച്ചു. രാത്രി ആകുമ്പോൾ ഇവിടെ വന്ന് 2 എണ്ണം അടിച്ച് നിൽക്കുക എന്തൊരു രസമല്ലേ. പക്ഷെ ഇതിൻ്റെ വില ഓർക്കുമ്പോൾ ഇവിടെ നിന്ന് താഴ്ത്ത് ചാടാൻ തോന്നും. ഓ, ഇതാടാ ഒരു മൂഡ് ഓഫ്. നാളെ അവളുടെ ചെക്കപ്പാ. എന്താവുന്നൊരു എത്തും പിടി. നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ. അതൊക്കെ അതിൻ്റെ സമയത്ത് അങ്ങ് നടന്നോളൂ. നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, വലിയ പ്രായമൊന്നും ആയില്ലല്ലോ. നീ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കല്യാണം കഴിഞ്ഞിട്ട് 4, 5, 6 വർഷം കഴിഞ്ഞിട്ടാണ് അവൾ പ്രഗ്നൻ്റ് ആയത്. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? എടാ അവൾ കൊച്ചു പെണ്ണല്ലോടാ. അവൾ പോയിട്ട് പുട്ടുപോലെ കാര്യം കഴിഞ്ഞിട്ട് അവളിങ്ങി പോരും. നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ ടെൻഷൻ അടിക്കാവുള്ളൂ. രാത്രി നമ്മൾ സാധനം കിട്ടുമോ 2 എണ്ണം അടിക്കാൻ പറ്റുമോ, വേറെ ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ആണുങ്ങൾ. അയ്യോ അതെ, നിമ്മി വരുന്നുണ്ട്. ചോദിച്ച സാധനം തീർന്നു പറഞ്ഞാൽ മതി. കംപ്ലീറ്റ് കുടിച്ചു വെട്ടിച്ചിട്ട് ഷെയറും തരാതെ പോകും. ഇന്ന് നൈസായിട്ട് തന്നെ ഒഴിവാക്കിയല്ലേ? ഒഴിവാക്കിയല്ലേടി, ഞാൻ വിളിക്കാൻ വേണ്ടി വന്നപ്പോ അകത്ത് ഭയങ്കര ബഹളം. നീ കിടന്ന് കാറി പൊളിക്കായിരുന്നു. ആ ചുമ്മാ ഒന്നുമല്ല. ഇന്ന് പോസ്റ്റ് ചെയ്ത വ്ളോഗ് ഉണ്ടല്ലോ, അത് 10 മിനിറ്റില് 10K വ്യൂവേഴ്സ്. എന്തായിരുന്നു സബ്ജക്ട്? അത് സമൂഹത്തിലെ സെക്ഷൽ അവയർനെസിന്റെ ആവശ്യകത. അത് ആവശ്യകതയുള്ളതാണ്. അത് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ സ്ഥലം വരുന്നത്. ഒരെണ്ണം വെച്ചാൽ എനിക്ക് ഇത് ലാസ്റ്റ് പക്ക ഞങ്ങൾ രണ്ടുപേരുടെ ലൗസ് പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കും. ലാസ്റ്റ് വെക്കാം. എന്നാ ഞാൻ അടിക്കാം. ഒരു വ്ളോഗ് കൂടെ ഉണ്ട്. എന്താ സബ്ജക്ട്? സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിയും പരിഹാരവും. എന്താ പരിഹാരം? ഒന്നുമില്ല, ഇതുപോലെ തോന്നുമ്പോ ഓരോന്ന് അടിക്കാം. ശരിയാന്ന് ചെല്ലട്ടെ. ഇവിടെ ഈ കമ്പനിക്ക് മുതലാകുക കേട്ടോ. എന്തൊരടിയായി കൊച്ചു. ഞാനല്ല കാണണമെന്ന് പറഞ്ഞേ, സാറാണ്. അതിന് എന്നോട് ചൂടായിട്ട് കാര്യമില്ല. ഞാനല്ല, അയാളാണ് ആദ്യം. എന്താ ജാൻസി? ആ സാർ, ഇതാണ് ആ പട്ടാളക്കാരനെ ചീത്ത പറഞ്ഞ കേസിലെ ആള്, ദിരൂപ്. ഓ, നീയൊക്കെ കൂട്ടി പൂട്ടിക്കോ ഇത്? ഇല്ല സാറേ, ഞാൻ അങ്ങനെ അയാളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അയാളാണ് എന്നോട് വെറുതെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നത്. അപ്പൊ ഞാൻ ചെറുതായിട്ട് പട്ടി തണ്ടിന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അയാള് ഫുൾ അലമ്പാ സാറേ. എടാ, അലമ്പനെ തെറി വിളിക്കാനാണെങ്കിൽ ഞാൻ നിന്നെ എന്തോരം തെറി വിളിക്കണം? നീ വിളിച്ചാ ഫോൺ എടുക്കുവോ? സാറേ, ഫോൺ കംപ്ലൈന്റ് ഉണ്ട്, ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയിട്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കംപ്ലൈന്റ് ഉള്ള ഫോണായിട്ടാണ് നീ പണി? അല്ല, ഇടയ്ക്കുള്ളൂ, മൊത്തത്തിൽ അല്ല. ഇതിപ്പോ ചാർജ് ചാർജ് ഉണ്ടോ ഞാൻ നോക്കാം. നീ ഇല്ല സാർ, ഇപ്പൊ പ്രശ്നം. ഫോൺ എടുത്ത കളിക്കല്ലേ. അത് സാറേ ഇങ്ങോട്ട് എടുത്ത് തന്നേരാ. നിന്റെ കൂടെ ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടെ ഈ ഫോണിന്റെ ഇത് ഓണാക്കാൻ? എന്താടാ ഇത്? നീ ഫോൺ വില ഇരുമ്പ് കടയിലും കൊണ്ട് കൊടുക്കും. കമ്പിക്കൊക്കെ ഇപ്പൊ നല്ല വില കിട്ടും. അല്ല, അത് രാത്രി ഇടക്കൊക്കെ ഒന്ന്. എടാ, ഇത് കണ്ടോടാ, ഇവ കക്ഷികളൊക്കെയാണ് ഇവിടെ പണിക്ക് വെച്ചിരിക്കുന്നത്. നീ ഇവനെ ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു വിടുന്നു. ഒരുത്തരം വേണ്ട ഇവിടെ. ജോജ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നിങ്ങൾ ചെല്ല്. എന്ത് ചെല്ല്, ഞാൻ ഡീൽ ചെയ്തോളാം. ഞാൻ കാണുന്നത് കൊണ്ടുപോയേ. ഓ രമ്മോ, പ്രശാന്ത് ഗുളി കഴിക്കട്ടെ. നീ ആ കോളറിന്റെ കേസ് ചോദിച്ചോന്നില്ല അന്ന്? അതെ. എന്തോന്നാ ഇത്? ഇത് മേലെ നീ ആവർത്തിച്ച? ഇല്ല സാറേ. ആ, മുന്നാധാരം വേണം, പാൻ കാർഡ്. നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ കോപ്പി എടുത്ത് ഫോട്ടോ ഒട്ടിച്ചോണ്ട് വരണമെന്ന്. മറന്നുപോയി. അവിടെ ആരെങ്കിലും ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. രാവിലെ വീട്ടിൽ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നോളൂ ഓരോരുത്തര്, മനുഷ്യന്റെ പ്രാണം കളയാനായിട്ട്. സർ, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയോ? 2/6/1989. വീട്ടിൽ പോണോ? ഒരു സലാം കൊടുക്കാം നമുക്ക്. സലാം. മോന് എത്ര വയസ്സായി?
1.5 വയസ്സ്. ഓ എത്ര മാസമായി? 5 മാസം. ആ എഴുന്നേറ്റോ? എന്തൊരു ഉറക്കോടായത്. ഇവിടെ നടന്ന പുകലുമല്ലോ, നീ അറിഞ്ഞോ? അത് പറയാനല്ലേ ചേട്ടൻ ഇങ്ങോട്ട് വന്നത്, പറ. എടാ, നമ്മുടെ ആ 113 ഫാമിലി ഇല്ലേ, ആ പെണ്ണ് തൂങ്ങി മരിച്ച്. എന്തിന്? ആർക്കറിയാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരിക്കും. ഞാനത് പറയാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ടല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്തത്? രാവിലെ തന്നെ കേൾക്കാൻ പറ്റിയ കാര്യമാണല്ലോ. ഗൗരിയോടെ എണീറ്റില്ലേ? ഗൗരിയേ, വിളിക്കണ്ട. എന്താടാ ഇത് അവളോട് പറയണ്ട. ഇതുപോലത്തെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ? അത് അമ്മയ്ക്കും കുഞ്ഞിനും കേടാ. ഓ, നമുക്കൊന്നും ഇതൊന്നും അറിഞ്ഞുകൊള്ളല്ലോ, നമുക്കൊന്നും കുഞ്ഞുങ്ങളും ഇല്ലല്ലോ. ശരി, നീ പെട്ടെന്ന് റെഡിയാവ്. ഇന്ന് പുതിയ ട്രെയിനേഴ്സ് ജോയിൻ ചെയ്യുന്ന ദിവസാ. ലേറ്റ് ആക്കല്ലേ? അമ്മ വല്ലതും ഉണ്ടാക്കിയ മോളെ? പുട്ടാച്ച. ഈ വീട്ടിൽ പുട്ട് നമുക്കൊരു മോചനമില്ലേ മോളെ? എങ്ങോട്ട് തിരിഞ്ഞാലും പുട്ട്. അമ്മയ്ക്ക് അതല്ലേ അറിയുള്ളൂ. കുടുംബ കോടതി നിന്റെ അമ്മയ്ക്കെതിരെ ഒരു പരാതി കൊടുത്താലോ? അത് വേണോ? സ്വന്തം മുട്ടി തന്നെ പാറ്റിടണോ? വേണ്ടല്ലേ? വേണ്ട. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വന്നല്ലോ. അതായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലത്. ആ മോളെ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അമ്മ, നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് പോകുന്നില്ലെന്ന് വിചാരിച്ചു. വിനോദേട്ടൻ അടുക്കളയിലാന്ന് തോന്നുന്നു, ചായ ഉണ്ടാക്കിയായിരിക്കും. ലച്ചു, മേളിലൊരു മരണം നടന്നപ്പോഴാണ് നിന്റെ പാട്ടും കൂത്തുമൊക്കെ. അതൊന്ന് നിർത്തിക്കേ. ഞാൻ ആർട്സ് ഡേക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമല്ലേ. ലച്ചു, നിർത്തി. ആ നീ ഉച്ചക്ക് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം. പിന്നെ ഈ പാത്രം ഒന്നും കഴുകാൻ നിൽക്കണ്ട കേട്ടോ, ഞാൻ വന്നിട്ട് കഴിക്കോളാം. ശരി. ബാ. അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്, ഇല്ലേ ഞാനിവിടെ ലീവ് എടുത്തിരുന്നേനെ. അപ്പം ഇറങ്ങട്ടെടി. ഹലോ. അയ്യോ സോറി. പിന്നെ മരുന്ന് കഴിയും. ഓക്കെ, ബൈ.